എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. നമ്മുടെ പതിവ് പ്രേക്ഷകരൊക്കെ ഇപ്പോൾ തന്നെ സജീവമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ നൽകിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. റിയാസ് മൗലവി കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. കാസർകോട്ടെ മദ്രസാധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. 3 പ്രതികളെയും വെറുതെ വിട്ടുവെന്ന് ഒറ്റവരിയിൽ വിധി പ്രസ്താവം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് വിധി പറഞ്ഞത്. റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് കോടതിന് വേള പറയാൻ കിട്ടുന്നില്ല. എന്തും DNA തെളിവിന് പോലും കോടതി വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഷാജിത്ത്. തികച്ചും ദൗർഭാഗ്യകരമായ വിധിയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. നിരാശാജനകമായ വിധിയാണെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. 3 ചെറുപ്പക്കാർക്ക് നീതി ലഭിച്ചെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ C സുനിൽകുമാർ പ്രതികരിച്ചത്. പോലീസിന്റെ മുഖം രക്ഷിക്കാൻ 3 പേരെയും ബലിയാടാക്കിയെന്ന് വിമർശനം. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം പങ്കിടേണ്ട, അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2017 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം. ചൂരിയിലെ മദ്രസാധ്യാപകനായ റിയാസ് മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ പ്രതികൾ 7 വർഷമായി ജയിലിലായിരുന്നു. 24 കാസർകോട്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട്. കോടതിയുടെ വിധി പ്രസ്താവത്തെ വിമർശിക്കുന്നുണ്ട് ചില പ്രേക്ഷകരൊക്കെ. നമ്മളിനി ആ കേസിന്റെ നാൾവഴികളിലേക്കൊന്ന് പോവുകയാണ്. 2017 മാർച്ച് 20-നാണ് മദ്രസാധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെട്ടത്. RSSകാരായ 3 പേരെ 3 ദിവസത്തിനുള്ളിൽ പിടികൂടി. 2019 ഒക്ടോബറിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. കോവിഡും ജഡ്ജിമാരുടെ സ്ഥലമാറ്റവും കാരണം വിചാരണ പലവട്ടം മാറ്റിവെക്കേണ്ടി വന്നു. കേസ് പരിഗണിച്ച 8ാമത്തെ ജഡ്ജിയാണ് ഇപ്പോൾ വിധി പറഞ്ഞത്. കേസിന്റെ നാൾവഴിയിലേക്ക്. കാസർകോട് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കർണാടക കുടക് സ്വദേശിയായ റിയാസ് മൗലവി 2017 മാർച്ച് 20-നാണ് കൊല്ലപ്പെട്ടത്. പള്ളിക്കടുത്തെ താമസ സ്ഥലത്ത് വെച്ചാണ് 27-കാരനായ മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊന്നത്. 2017 മാർച്ച് 24-ന് RSSകാരായ കാസർകോട് കേളിഗുഡ്ഡെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവർ പിടിയിലായി. 2017 ജൂൺ 19-ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികളുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായിരുന്നു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചു. 2019 ഒക്ടോബർ 8-നാണ് കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങിയത്. 97 സാക്ഷികളെ വിസ്തരിച്ചു. കോവിഡ് മൂലവും ജഡ്ജിമാർ സ്ഥലം മാറിപ്പോയത് കാരണവും കേസ് പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. കേസിന്റെ വിധി പറഞ്ഞത് കേസ് പരിഗണിച്ച 8ാമത്തെ ജഡ്ജിയായ KJ ബാലകൃഷ്ണനാണ്. റിസർച്ച് ഡെസ്ക് 24. ഷാനു ചോദിക്കുന്നുണ്ട്, ഹാഷ്മി എവിടെ, ലീവാണോ, എവിടെയാണ് പോയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഹാഷ്മി നമ്മുടെ സംവാദ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വടകരയിൽ 4 മണിക്ക് സംവാദ പരിപാടിയുണ്ട്. ഇവിടെ രാഷ്ട്രീയം പറയാമെന്നുള്ള പേരിൽ ഹാഷ്മി ഉണ്ടാകും. ആ പരിപാടിയുടെ ഭാഗമായെന്ന് ഷാനുവിനെ അറിയിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നോക്കാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന് താക്കീത് എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്ത് തരത്തിലുള്ള ചട്ടലംഘനം നടത്തി എന്നായിരുന്നു പരാതി? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? തീർച്ചയായും തോമസ് ഐസക്കിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട പരാതി കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്നായിരുന്നു UDFിന്റെ ഒരു പരാതി. അത് കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ചും അതുപോലെ തന്നെ K-ഡിസ്ക് സംവിധാനം ഉപയോഗിച്ച് തൊഴിൽ ദാനം വാഗ്ദാനം ചെയ്തു എന്നൊക്കെയായിരുന്നു ഉള്ള പരാതി. UDFിന്റെ ജില്ലാ ചെയർമാനാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്.
പരാതി നൽകിയിരുന്നത്. എന്തായാലും ഈ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിരിക്കുന്നത്. നടപടിയല്ല, താക്കീതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ താക്കീത് നൽകുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ പ്രേംശങ്കറാണ് ഇത്തരത്തിൽ താക്കീത് നൽകിയിട്ടുള്ളത്. ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ രേഖാമൂലം തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ, പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, ചാലക്കുടിയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവർ ഇന്ന് പത്രിക നൽകി. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, അങ്ങനെ സജീവമാകുന്നു പത്രികാ സമർപ്പണത്തിൽ സ്ഥാനാർത്ഥികൾ. ഇന്ന് ആരൊക്കെ പത്രിക നൽകി? ഇന്ന് ആരെങ്കിലും ഒക്കെ നൽകാനുണ്ടോ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം സജീവമാകുന്നുണ്ട്. ഇന്ന് രണ്ടാം ദിവസമാണ് ഈ പത്രികാ സമർപ്പണം തുടങ്ങിയതിനു ശേഷം. ഇന്ന് വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ അല്പം മുമ്പ് തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തി ADM C പ്രേംജിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒരു സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് അദ്ദേഹം ഇന്ന് സമർപ്പിച്ചത്. ആകെ 4 സെറ്റ് നാമനിർദ്ദേശ പത്രിക V മുരളീധരൻ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. V മുരളീധരനും നേരത്തെ പറഞ്ഞതുപോലെ പ്രകടനമായെത്തി NDA നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒപ്പം NDA നേതാക്കളായ PK കൃഷ്ണദാസ്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, SRM അജി തുടങ്ങിയവർ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ മറ്റിടങ്ങളിലേക്ക് എത്തിയാൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പത്തനംതിട്ടയിൽ LDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് TM തോമസ് ഐസക് എന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും LDFന്റെ വലിയ പ്രവർത്തക പങ്കാളിത്തം പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് എന്നുള്ളതാണ്. ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി V വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പത്രിക സമർപ്പിക്കുമെന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സുകൾ സാധാരണഗതിയിൽ ഇത്രയുമാണ്. കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് സമർപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതായത് പ്രധാനപ്പെട്ട മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഇനി ആരെങ്കിലും ഇന്ന് നൽകുമോ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ തന്ന അറിയിപ്പ് അനുസരിച്ച് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പറഞ്ഞവർ ഇതിനോടകം നൽകിയിട്ടുണ്ട്. 3 മണി വരെയാണ് ഈ സമയം ഉള്ളത്. ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിനുള്ളിൽ മറ്റു സ്ഥാനാർത്ഥികൾ കൂടി ഈ പത്രിക സമർപ്പിച്ച് തീർക്കും. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഉന്മേഷം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് അടുത്തായി കടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ RK ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. DK ശിവകുമാറിന്, കോൺഗ്രസ് നേതാവിന്, കർണാടക ഉപമുഖ്യമന്ത്രിക്ക് ഇൻകം ടാക്സിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഇന്നലെ രാത്രിയാണ് നോട്ടീസ് ലഭിച്ചത്. അക്കാര്യം DK ശിവകുമാർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുവെന്ന് R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെതിരെ നടപടി തുടർന്ന് ആദായ നികുതി വകുപ്പ് ഇന്നലെ 2 നോട്ടീസ് കൂടി കിട്ടിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. അതേസമയം നികുതി കുടിശ്ശികയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടികളിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം, കൊച്ചി ഇൻകം ടാക്സ് ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായും ഡൽഹിയിൽ നിന്ന്. നിതിൻ, അങ്ങനെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത്, പക്ഷേ അപ്പോഴും ഇൻകം ടാക്സ് അവരുടെ നിലപാടുമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണല്ലോ നിധി. ഉന്മേഷ്, ആദായ നികുതി വകുപ്പിന്റെ നിർണയവുമായി ബന്ധപ്പെട്ട നോട്ടീസ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ലഭിച്ചിരുന്നു. ഏതാണ്ട് 1823 കോടി രൂപയുടെ നോട്ടീസ്, അതായത് അത്ര രൂപ അടക്കണം എന്നൊരു ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് കോൺഗ്രസ് ലഭിച്ചത്. ഏതാണ്ട് ഈ നോട്ടീസ് ലഭിച്ചു. പിന്നാലെ കോൺഗ്രസ് ഇന്നലെ വൈകിട്ട് 2 നോട്ടീസുകൾ കൂടി ലഭിച്ചു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പിൽ നിന്ന് കോൺഗ്രസ് ലഭിക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 10 ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് 2020-21 കാലയളവിൽ 21-22 എന്നീ 2 സാമ്പത്തിക വർഷങ്ങളിലായി നികുതി, അതോടൊപ്പം തന്നെ പിഴ, പലിശ അടക്കമുള്ള തുക അടക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം എത്ര തുക എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് വൈകാതെ തന്നെ അറിയിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായി നേരിടാനാണ് തീരുമാനം. മറ്റന്നാൾ കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായി കോൺഗ്രസിനെ തകർക്കുവാൻ ലക്ഷ്യം വെച്ചാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിയെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് ഇപ്പോൾ അറിയിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹി ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ
നേരിടുന്നുണ്ട്. ഇന്ന് രാജ്യവ്യാപകമായ പ്രക്ഷോഭം തുടരുകയാണ്. PCCകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ കയ്യും കാലും കെട്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം, കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നുണ്ട്. രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്. ലോക്സഭാ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധത്തിന് സ്ഥാനാർത്ഥികളാണ് നേതൃത്വം നൽകുന്നത്. ഉന്മേഷ്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നമ്മുടെ രഘുനന്ദനൻ മുല്ലവാരം ഒരു കാര്യം പറയുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിക്ക് മുന്നിലുള്ള പ്രീപെയ്ഡ് ഓട്ടോ ചാർജ് പരിഷ്കരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആവശ്യമെന്നതിന്റെ വിശദീകരണം അദ്ദേഹം നൽകുന്നുമില്ല. ടോണി തോമസ്, കേരള വാട്ടർ അതോറിറ്റി ആയിരക്കണക്കിന് കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചെങ്കിലും അവയൊന്നും ശരിയായോ ഭാഗികമായോ പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ ഒട്ടേറെ പ്രേക്ഷകർ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ആർക്കെ, അങ്ങനെ കോൺഗ്രസിന്റെ നോട്ടീസ് ഇപ്പോൾ നേതാക്കളിലേക്ക് കൂടി നോട്ടീസ് എത്തുന്നു. എന്തൊക്കെയാണ് ആർക്കെ വിവരങ്ങൾ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ചുമതല DK ശിവകുമാറിന് ഉണ്ട്. ഇൻകം ടാക്സ് നോട്ടീസ് DK ശിവകുമാറിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യപ്പെട്ട ഒരു ഘടകമാണ്. കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സാധ്യമായ തുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാർ നടത്തുന്ന ഇടപാടുകൾ മായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ ഈ വിഷയത്തിൽ EDയുടെ ഭാഗത്ത് നിന്ന് നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിലാണ് DK ശിവകുമാറിന് ഇൻകം ടാക്സിന്റെ നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചില വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിഷയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇൻകം ടാക്സ് എന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നികുതി വെട്ടിപ്പ് എന്ന ആക്ഷേപം അഥവാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നൽകുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന ആരോപണം അതിന്റെ നേതാക്കളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ, കോൺഗ്രസിന്റെ നേതാക്കളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇൻകം ടാക്സ്. കേരളത്തിലെ ഒരു ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ DK ശിവകുമാറിന് മേൽ കഴിഞ്ഞ നാളുകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ വിഷയവും EDയുടെ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 1 കോടി രൂപ മൂല്യമുള്ള 10,000 ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷനായിരുന്നു അച്ചടിയുടെ ചുമതല. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് അച്ചടി നിർത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. SPM CIL-ഉം SBI-യും തമ്മിലുള്ള ആശയവിനിമയ രേഖകൾ സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവാണ്. കത്തിടപാടുകളിലും ഇമെയിലുകളിലും ഫയൽ നോട്ടിങ്ങുകളിലും സുപ്രീം കോടതി ഉത്തരവിന് 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണെന്ന് വ്യക്തം. വിവരാവകാശ നിയമപ്രകാരം ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിനാണ് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചത്. SPM CIL ഇതിനകം 8,350 ബോണ്ടുകൾ അച്ചടിച്ച് SBIക്ക് നൽകിയിട്ടുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ തുടക്കം മുതൽ 22,217 ഇലക്ട്രൽ ബോണ്ടുകളാണ് SPM CIL വഴി പ്രസിദ്ധീകരിച്ചത്. ഇതിൽ BJPക്ക് 8,451 കോടി രൂപ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 1,950 കോടിയും തൃണമൂൽ കോൺഗ്രസിന് 1,707.81 കോടിയും BRSന് 1,407.30 കോടിയും ലഭിച്ചു എന്നും രേഖകൾ പറയുന്നു. ഫെബ്രുവരി 8-ന് SBIയിൽ നിന്ന് ലഭിച്ച മെയിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രിന്റിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. ജനുവരി 12-ലെ കത്ത് പ്രകാരം നിർദ്ദേശിച്ച ശേഷിച്ച 1,650 ഇലക്ട്രൽ ബോണ്ടുകളുടെ അച്ചടി നിർത്തിവെക്കാനാണ് അഭ്യർത്ഥന. രാധാകൃഷ്ണൻ, 24, ഡൽഹി. അപ്പോൾ ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷം കൂടുതൽ ആം ആദ്മി നേതാക്കളിലേക്ക് ED എത്തുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു. ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് EDക്ക് മുന്നിൽ ഇന്ന് ഹാജരായി. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമരം ശക്തി പ്രകടനമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട്. ആർക്കെയും കൂടുതൽ ആം ആദ്മി നേതാക്കളിലേക്ക് അന്വേഷണം വരുന്നു. അതോടൊപ്പം തന്നെ നാളത്തെ റാലി, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ?
തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആം ആദ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ഒന്നാം നിര നേതാക്കന്മാരെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൈലാഷ് ഗെഹ്ലോട്ടിന് നൽകിയിരിക്കുന്ന നോട്ടീസ് എന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്താം. കൈലാഷ് ഗെഹ്ലോട്ടിനോട് ഹാജരാകാൻ പറയുകയും അദ്ദേഹം ഇന്ന് ഹാജരാകുകയും ചെയ്തിരിക്കുന്നു. മുൻപ് ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ പുലർത്തിയിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇ ഡി നോട്ടീസിനെ നിഷേധിക്കുക അല്ല, നിയമപരമായിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധിക്കണമെങ്കിൽ ഹാജരാവുക തന്നെയാണ് നയം എന്നത് ആം ആദ്മിക്ക് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈലാഷ് ഗെഹ്ലോട്ട് ഇന്ന് ഹാജരായിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മലയാളിയായിട്ടുള്ള വിജയ് നായർ അടക്കമുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇ ഡി തേടും എന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് പുലർത്തിയ അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഈ കൈലാഷ് ഗെഹ്ലോട്ടിന് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു എന്നാണ് ഇ ഡി കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണവും ഇന്ന് നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതിന്റെ ഭാഗമായിട്ട് നാളെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന, രാംലീല മൈതാനത്ത് നടക്കാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ പ്രകടനം അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും അതിന്റെ സാധ്യമായ പ്രവർത്തകരെയെല്ലാം പ്രത്യേകിച്ച് ഡൽഹിയുടെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിച്ച് രാംലീല മൈതാനത്തിൽ വലിയ പ്രതിഷേധമാക്കി ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശക്തി പ്രകടനമാക്കി അതിനെ രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ശരിയാർക്കെ ഏതായാലും അത് ശക്തി പ്രകടനമാക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആം ആദ്മിയിലെ കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടി മറുഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് വടകര മണ്ഡലത്തിലാണ്. വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് തത്സമയ സംപ്രേഷണം. വടകര കോട്ടപ്പറമ്പ് മൈതാനമാണ് സംവാദവേദി. എന്തായിരിക്കും ഇന്നത്തെ സംവാദത്തിൽ നോക്കാം. ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. ഹാഷ്മി എവിടെയെന്ന് നമ്മുടെ ഷാനു ഇപ്പോൾ ചോദിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വടകരയിലുണ്ട്, 4 മണി മുതൽ 5 മണി വരെ ഹാഷ്മിയെ കാണാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഉഷാറാകുമല്ലോ അല്ലേ ഹാഷ്മി? ഉന്മേഷ്, ഉറപ്പായും നമ്മളങ്ങനെ ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന് തലക്കെട്ടിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ വടക്ക് നിന്ന് കാസർഗോഡ് തുടങ്ങി കണ്ണൂർ കടന്ന് വയനാട് കടന്ന് ചുരം കടന്ന് വടകര നമ്മൾ എത്തിയിരിക്കുകയാണ്. വടകരയിൽ നേരത്തെ പറഞ്ഞ വല്ലാത്ത നല്ല അസാധ്യമായ ചൂടുണ്ട്. ആ ചൂടിനൊപ്പം തന്നെ രാഷ്ട്രീയ ചൂടും ചെറുതേയല്ല, വലിയ പ്രചരണ ചൂട് ഇവിടെ കാണാം. നമുക്കറിയാം ഉന്മേഷ്, കേരളത്തിലെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒരു 5 മണ്ഡലം എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ വടകരയുണ്ട്. ഇവിടെ തീപാറും പോരാട്ടം എന്ന് ഉറപ്പായും പറയാം. അതിൽ കെ മുരളീധരൻ പെട്ടെന്ന് പോകുന്നു. ഷാഫി പറമ്പിൽ ഷോക്കിംഗ് ആയി ഇവിടെ എത്തുന്നു. ഷാഫി പറമ്പിലിനെ ഇവിടെ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന, പാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വലിയ ജനപിന്തുണയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം വരുന്ന നമുക്കറിയാം കെ ശൈലജ ആവട്ടെ ഷാഫി പറമ്പിലാവട്ടെ ഒരു ചെറിയ പോക്കറ്റുകളിൽ പോലും ആയിരങ്ങൾ തടിച്ചുകൂടുന്ന വലിയ ആവേശം പ്രകടമാകുന്നുണ്ട്. അത് നമ്മൾ വാർത്തകൾ കാണുന്നു. വല്ലാത്തതുമായിട്ട് വലിയ ആവേശം ഇവിടെ പ്രകടമാണ്. അതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് ചൂടും ചൂരുമാണ് ആവേശം പ്രകടമാക്കുന്നത്. പല വിഷയങ്ങൾ ഇവിടേക്ക് ചർച്ചയാവുകയാണ്. ഉന്മേഷ്, അത് ഒരുപക്ഷെ പൗരത്വ ഭേദഗതിയൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഈ വടകരയാണ്. നേരത്തെ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ചായക്കടകളിൽ ഒക്കെ സാധാരണ 4 ആൾ കൂടുന്ന സ്ഥലങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാളും ഇലക്ട്രൽ ബോണ്ടും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുടെ മണ്ഡലം കൂടിയാണ് വടകര എന്ന് പറയാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ, സർക്കാരിനെതിരായ പ്രശ്നങ്ങൾ, സർക്കാർ അനുകൂലമായ പ്രശ്നങ്ങളൊക്കെ വലിയ ചർച്ച, ഓരോ ചെറിയ കൂട്ടായ്മകൾ പോലും വലിയ ചർച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും വൈകിട്ട് 4 മുതൽ 5 വരെ നമ്മുടെ ഈ കോട്ടപ്പറമ്പിൽ നടക്കുന്ന ആ ചർച്ചയിലും ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ഇന്നലെ വയനാട് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വരുന്ന പ്രേക്ഷകർക്ക് പറയാൻ 100 പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ഒരുപക്ഷെ 1 മണിക്കൂർ പരിധി, 1 മണിക്കൂർ എന്നുള്ള സമയം അതിനുള്ള പരിമിതിയാണെങ്കിൽ കൂടിയും എന്തായാലും കോട്ടപ്പറമ്പിൽ 4 മുതൽ 5 വരെ ഈ 3 മുന്നണികളുടെയും ഈ മണ്ഡലം നന്നായി അറിയാവുന്ന പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വടകരക്കാരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ വോട്ടർമാരെ, രാഷ്ട്രീയക്കാരെ, രാഷ്ട്രീയ ഭേദമില്ല നിഷ്പക്ഷരൊക്കെ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഉന്മേഷ്, ശരി ഹാഷ്മി. ആമിന ഹാഷ്മി അന്വേഷിക്കണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വടകരയിൽ നിന്നാണ് ഹാഷ്മി ഇപ്പോൾ ചേർന്നത്, വിശദാംശങ്ങൾ നൽകിയത്. 4 മണി മുതൽ 5 മണി വരെ ഇവിടെ രാഷ്ട്രീയം പറയാം, ചർച്ച കാണാം, സംവാദ പരിപാടി കാണാം. തത്സമയം 4 മണി മുതൽ 5 മണി വരെ. വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നാണ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിക് വിശദാംശങ്ങൾ ഇല്ലെന്നും വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമാണ് LDFന്റെ പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് സംബന്ധിച്ചുള്ള പരാതിയിൽ വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രധാനമായും ഈ സുരേഷ് ഗോപി നൽകിയ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി പരാതി നൽകിയിരിക്കുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ KK വത്സരാജാണ് ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഈ ജില്ലയുടെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഇതിൽ ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്താഞ്ഞത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇതിൽ NDA ക്യാമ്പ് വിശദീകരണം നൽകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും മതസ്പർദ്ധ സൃഷ്ടിക്കാനുമുള്ള ഒരു ശ്രമം നടത്തുന്നുവെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നേരത്തെയും ഈ തൃശ്ശൂരിൽ പല സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പരാതികൾ ഉയർന്നിരുന്നു. നേരത്തെ VS സുനിൽകുമാറിനെതിരെ ടൊവിനോയുടെ ചിത്രം ഉപയോഗിച്ച് സംബന്ധിച്ചുള്ള പരാതിയിന്മേൽ ഇനി ചിത്രം ഉപയോഗിക്കരുതെന്ന് കാണിച്ച് കർശന താക്കീതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ NDA സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതി ഉയർന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവും തേടിയിരിക്കുന്നു. ഉന്മേഷ്. ശരി സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓമനക്കുട്ടൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടൂർ പള്ളിക്കൽ വില്ലേജിൽ വെള്ളം കിട്ടാനില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചു പറഞ്ഞാൽ വെള്ളം തുറന്നുവിടാമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരാഴ്ചയായി വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം അവിടെ നിന്ന് അറിയിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് മടങ്ങുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിലായി 174 പേർക്ക് ഇരട്ട വോട്ട്. റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവരെ കണ്ടെത്തി. കൂടുതൽ സ്ഥലത്ത് ഇരട്ട വോട്ടുണ്ടെന്നും പിന്നിൽ CPIM ആണെന്ന് BJPയും UDFും ആരോപിച്ചു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 വാർഡുകളിലെ 174 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇടുക്കിയിലെയും തമിഴ്നാട് തേനി ജില്ലയിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്ന BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകൾ 6ഉം 12ഉമായി 200ഓളം വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹിയറിംഗിന് ഹാജരാകണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇരട്ട വോട്ടുകൾ CPIMന്റെ ആസൂത്രണമാണെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. CPIM കേന്ദ്രീകൃതമായിട്ടാണ് ഈ ഒരു ഇരട്ട വോട്ടുകൾ. അത് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാർഡുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമാണല്ലോ, 100% ആസൂത്രിതമാണ്. അപ്പം അതിന് CPIM മറുപടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ്. CPIMനെതിരായ രാഷ്ട്രീയ ആയുധമെന്നതിലുപരി വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇരട്ടയോട്ട് എന്ന വാദം ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് സർവ്വസാധാരണമാണ്. വോട്ടർ പട്ടിക ചേർക്കുന്ന സന്ദർഭത്തിൽ ബൂത്ത് ലെവൽ ഏജന്റന്മാരെന്ന രൂപത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ BLOമാർ കൃത്യമായി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിലുണ്ടെങ്കിൽ CPIMനെതിരായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിനപ്പുറമായി ഇരട്ടി വോട്ടറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. ഏപ്രിൽ 1 റവന്യൂ വകുപ്പ് 174 പേരെയും ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ തമിഴ് വംശജർക്കിടയിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് UDFും BJPയും ആരോപിക്കുന്നത്. 24 ഇടുക്കി. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇടുക്കിയിൽ ഇത്തരം പരാതികൾ ഉയർന്ന് കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ ഗവർണറുടെ ഈസ്റ്റർ ആശംസ വരുന്നുണ്ട്. ക്രിസ്തുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വാഴ്ത്തുന്ന ഈസ്റ്റർ സമഷ്ടി സ്നേഹവും ക്ഷമാശീലവും കൊണ്ട് ജനമനസ്സുകളെ സമ്പന്നമാക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈസ്റ്റർ ദിന സന്ദേശം ഇപ്പോൾ വരുന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടു. സെർവർ തകരാറിലായതോടെയാണ് POS മെഷീൻ പ്രവർത്തനരഹിതമായത്. പ്രതിസന്ധി പരിഗണിച്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 6 വരെ നീട്ടി. രാവിലെ മുതൽ റേഷൻ വിതരണം മന്ദഗതിയിലായിരുന്നു. 10 മണിയോടെ POS മെഷീൻ പൂർണ്ണമായും പണിമുടക്കി. ഇതോടെ വിതരണവും തടസ്സപ്പെട്ടു. മസ്റ്ററിംഗും കരാറുകാരുടെ സമരവും മൂലം ഈ മാസം ആദ്യം മുതൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. അതിനാൽ 70% താഴെ ആളുകൾക്കാണ് അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞത്. ഇത് മാസാവസാനം തിരക്ക് വർദ്ധിക്കാനും കാരണമായി. കനത്ത ചൂടിൽ ഏറെ നേരം കാത്തുനിന്നെങ്കിലും റേഷൻ കിട്ടില്ലെന്നറിഞ്ഞതോടെ ആളുകൾ പലരും മടങ്ങി. അതേസമയം ജനങ്ങളുടെ ദുരിതവും വ്യാപാരികളുടെ ആവശ്യവും പരിഗണിച്ച് ഈ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. 8-ാം തീയതി മുതലാകും ഏപ്രിലെ റേഷൻ വിതരണം ആരംഭിക്കുക. സെർവർ തകരാർ പരിഹരിക്കാൻ ശ്രമം തുടരുന്നതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. 24 കോഴിക്കോട്.
നമ്മുടെ അടൂരുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരാനുണ്ട്. അടൂർ പട്ടാഴിമുക്കിൽ കാൽ ലോറിയിലേക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനിപ്പോൾ ഒരുങ്ങുകയാണ് പോലീസ്. മരിച്ച ചാരുമൂട് സ്വദേശി ഹാഷിമിന്റെയും നൂറനാട് സ്വദേശി അനുജയുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച അനുജയുടെ മൃതദേഹം സംസ്കരിച്ചു. ഹാഷിമും അനുജയും തമ്മിലുള്ള ബന്ധത്തിന്റെ 6 മാസം വരെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ ചില പൊതുസുഹൃത്തുക്കളെയും ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തു. അപകടം വാഹനം കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിപ്പിച്ചു കയറ്റിയതുകൊണ്ട് തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഹാഷിമിന്റെ പ്രകോപനത്തിന് പിന്നിലെന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് അടൂർ പട്ടാഴിമുക്കിൽ കണ്ടെയ്നർ ലോറിയിൽ അമിത വേഗതയിൽ വന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ച് തുമ്പമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അനുജയും സുഹൃത്ത് ഹാഷിമും കൊല്ലപ്പെടുന്നത്. തിരുവനന്തപുരത്ത് സഹപ്രവർത്തകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന അനുജയെ ഹാഷിം വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. പത്തനംതിട്ട പട്ടാഴിമുക്കിലാണ് രാജസ്ഥാൻ സ്വദേശി ഓടിച്ചിരുന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയത്. ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഖബറടക്കിയിരുന്നു. അനുജയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് പൂർത്തിയായത്. 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാവുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നും അത്തരത്തിലുള്ള വാർത്തകൾ വന്നു. ആ വാർത്തയിലേക്കാണ് ഇനി. അങ്ങനെ സംസ്ഥാനത്ത് അറുതിയില്ലാതെ വന്യജീവി ശല്യം തുടരുകയാണ്. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ കാട്ടാന പശുവിനെ ആക്രമിച്ചു. ദേവികുളം ടൗണിലാകട്ടെ പടയപ്പിറങ്ങി. കുമളി സ്പ്രിംഗ് വാലിയിലെ കാട്ടുപോത്താക്രമണത്തിൽ വനം വകുപ്പിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി. നേര്യമംഗലത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. തൃശൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. സിംഗുകണ്ഠം സ്വദേശി സരസമ്മയുടെ പശുവിനെയാണ് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. വിരണ്ടോടിയ ആനയുടെ ആക്രമണത്തിൽ പശുവിന്റെ നടുവൊടിഞ്ഞു. സരസമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പശുവിനെ തിരികൊണ്ടുവന്നപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് പുറമെ തീ വെച്ചു കഴിഞ്ഞപ്പോൾ ചക്കക്കൊമ്പൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പശുവിനെ ആന അടിച്ചിട്ടേക്കുവാ. ചെന്ന് നോക്കിയപ്പോൾ പശു നടക്കുകയില്ല, എണിക്കുകയില്ല, ഒന്നുമില്ല. പശു കിടക്കുക. ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് ഇന്നലെ രാത്രിയാണ് പടയപ്പ് ഇറങ്ങിയത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്താക്രമണത്തിൽ കർഷകന് പരിക്കേറ്റതിനു പിന്നാലെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആക്രമണത്തിൽ പരിക്കേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവും കുടുംബത്തെയും വനം വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം. നമ്മൾ ഒരു കേസ് അവർക്ക് കൊടുത്തിരുന്നു. ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. പക്ഷേ അവരാരും വന്ന് അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ രാജീവേട്ടന് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായത്. അത് അറിയിച്ചു കഴിഞ്ഞപ്പോഴും അവർ നമ്മളെ വന്ന് കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചെന്ന് അന്വേഷിക്കാനോ ഉള്ള മനസ്സ് കാണിച്ചിട്ടില്ല. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആനകൾ എത്തിയത്. 24 ഇടുക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കണ്ടതാണ്. അത് വയനാട് കുറിച്ചിപ്പറ്റയിൽ കാർ യാത്രികർ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ട ദൃശ്യങ്ങളായിരുന്നു. അത് ഇന്നലെ പുറത്തു വന്നതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ആരെന്നാണ് ദൃശ്യം കണ്ടവരെല്ലാം തിരക്കിയത്. മാനന്തവാടി തോണിച്ചാൽ ആശ്രമത്തിലെ വൈദികൻ ജെയ്സൺ കാഞ്ഞിരംപാറയിലാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. പുൽപ്പള്ളി മാനന്തവാടി റോഡിലാണ് ഇന്നലെ കാട്ടാന ഇറങ്ങിയത്. ആന റോഡിലൂടെ പായുന്നതിനിടെയാണ് ഒരു കാർ എത്തിയത്. ആന കാറിന് നേരെ ഒന്നു തിരിഞ്ഞു. മറ്റു യാത്രക്കാർ ബഹളം വച്ചു. കാറിലുണ്ടായിരുന്നത് മാനന്തവാടി തോണിച്ചാൽ ആശ്രമത്തിലെ വൈദികനായ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ. ഞാൻ വയനാട്ടിലെ തോണിച്ചാലിൽ നിന്ന് പട്ടാണിക്കുപ്പ് പള്ളിയിലോട്ട് വരുന്ന വഴിക്കാണ് കുറിച്ചിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം വേഗത്തിൽ ഞാനിങ്ങനെ രാവിലെ 6:25 ഇറങ്ങി വരുമ്പം കുറച്ച് ആളുകൾ ഒരു കാട്ടാനയെ ഓടിച്ച് വിടുകയാണ്. ഞാൻ പതുക്കെ വണ്ടി ഒന്ന് സൈഡിലോട്ട് ചെന്ന് ഒതുക്കി നിർത്തി. ആന അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ച് അവിടെ ആയിരുന്നു. മഹാത്ഭുതം, ദൈവം എന്നെ പരിപാലിച്ചു. ഇതിനുശേഷം അതേ റോഡിലൂടെ ആന കാട്ടിലേക്ക് കയറിപ്പോയി. കാട്ടാനകൾ സ്ഥിരമായുള്ള വനപാതയാണിത്. 24 വയനാട്. ഇങ്ങനെ വന്യജീവാക്രമണ വാർത്തകളെല്ലാം കാണുന്ന ചേറും ചേറാടിയും എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നു. വിദേശ വാർത്തകളുമായി PP ജെയിംസ് വരുന്നത് പോലെ വന്യമൃഗങ്ങളുടെ വിളയാട്ടം എന്ന രീതിയിൽ ഒരു സ്ഥിരം പ്രോഗ്രാം തുടങ്ങാനുള്ള വകുപ്പുണ്ട് എന്നാണ്
പറയുന്നത്. വന്യമൃഗ ആക്രമണം, വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രതികരണം വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി രൂക്ഷം. ബില്ലുകൾ മാറി നൽകാൻ ഇന്നും നാളെയുമായി വേണ്ടത് 6000 കോടിയിലധികം രൂപയാണ്. മറ്റന്നാൾ മുതൽ നൽകേണ്ട ശമ്പളത്തിനും പെൻഷനുമുള്ള തുകയും സമാഹരിക്കാനായില്ല. ക്ഷേമ പെൻഷൻ നൽകാനായി 1800 കോടി രൂപയും കണ്ടെത്തണം. ഈ സാമ്പത്തിക വർഷം നാളെ അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കാത്തിരിക്കുന്നത് വൻ ബാധ്യതയാണ്. 13,000 കോടി രൂപ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കടമെടുക്കാൻ അനുവാദം ലഭിച്ചിരുന്നു. ഇത് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കാറാകുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ട്രഷറികളിൽ സമർപ്പിക്കപ്പെട്ട ബില്ലുകൾ മാറി നൽകാൻ 6000 കോടി ആവശ്യമാണ്. 25-ന് ശേഷം സമർപ്പിക്കപ്പെട്ട ബില്ലുകൾ ക്യൂവിലേക്ക് മാറ്റും. മറ്റന്നാൾ മുതൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാൻ 5000 കോടി രൂപയാണ് വേണ്ടത്. ഇതിനുള്ള തുക ഇതുവരെയും സമാഹരിക്കാനായില്ല. ഇതിനു പുറമെയാണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക കണ്ടെത്തേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി 1800 കോടി വേണ്ടതിൽ പകുതി പോലും കൺസോർഷ്യം വഴി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും മറ്റ് വായ്പാ സംഘങ്ങളുടെയും കൺസോർഷ്യം വഴിയാണ് ഈ തുക സമാഹരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് ഫലപ്രദമല്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ശമ്പളവും പെൻഷനും നൽകാനുള്ളതുൾപ്പെടെയുള്ള തുക എങ്ങനെ സമാഹരിക്കുമെന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾക്കെതിരായ അതിക്രമത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ബീച്ചിലെ കുപ്പികൾ പെറുക്കി വിൽക്കുന്ന കണ്ണൂർ തോട്ടട സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. CCTV ദൃശ്യങ്ങളിലെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബീച്ചിൽ കുപ്പി വെറുക്കുന്നയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ശേഖരിച്ച കുപ്പികളിലൊന്നിലുണ്ടായിരുന്ന പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക് സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചുവെന്നാണ് നിഗമനം. കണ്ണൂർ തോട്ടട സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളയാൾ. വർഷങ്ങളായി മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞ് ഉപേക്ഷിച്ച കുപ്പികൾ ശേഖരിക്കുന്ന തൊഴിൽ ചെയ്യുന്നു. താമസവും നഗരത്തിൽ തന്നെ. അക്രമത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. മുൻ മുഖ്യമന്ത്രി EK നായനാർ, CPIM മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, മുൻ MP O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് ദ്രാവകം ഒഴിച്ചത്. CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രം ദ്രാവകം ഒഴിച്ചതിന്റെ കാരണവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലായനിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും CCTV ദൃശ്യങ്ങളും പ്രതിയുടെ മൊഴിയും വിശദമായി പരിശോധിച്ചതിനു ശേഷമാകും തുടർ നടപടികൾ. 24 കണ്ണൂർ. തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകുന്നു എന്നുള്ളത് നോക്കാം. CAA ഇപ്പോഴും സജീവമായി തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടരുന്നുണ്ട്. ഈ വിഷയത്തിൽ വാക്പോരുമുണ്ട്. CAA പാസാക്കിയതോടെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ആശങ്കയോടെ നോക്കിക്കാണുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ ഇടപെടൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ പ്രസക്തമല്ലാത്ത വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് V മുരളീധരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നണികൾ സജീവമായി ചർച്ചയാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ്. ആദ്യഘട്ടം മുതൽ LDFന്റെ പൗരത്വ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി തന്നെ. ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള LDF ശ്രമത്തെ 18 അടവും പയറ്റി പ്രതിരോധിക്കുകയാണ് UDF. CAA-യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ പച്ചക്കള്ളമാണ്, നട്ടാ കുറിക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലെ UDF MLA-മാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ശശി തരൂരിന്റെ പ്രസംഗം, NK പ്രേമേന്ദ്രന്റെ പ്രസംഗം, ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. കേരളത്തിൽ പൗരത്വ വിഷയം ചൂണ്ടിക്കാട്ടി ബോധപൂർവം ആശങ്ക സൃഷ്ടിക്കുകയാണെന്നാണ് BJPയുടെ വാദം. CAA രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ്. അത് കേരളത്തിനും ബാധകമാണ്. പക്ഷേ CAAയുടെ വിഷയങ്ങൾ കേരളത്തിൽ പ്രസക്തമല്ലാതാകുന്നത് കേരളത്തിൽ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്ന് പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചവരായിട്ട് ആരും ഇതുവരെ ഉള്ളതായിട്ട് അറിവില്ല. പൗരത്വ വിഷയത്തിൽ കേരളത്തിലെ ഇരുമുന്നണികളും സ്വീകരിക്കുന്ന നിലപാടിനോട് സമദൂര കാഴ്ചപ്പാടാണ് സാമുദായിക സംഘടനകൾ പുലർത്തുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ഈ പൗരത്വ ബില്ലാവട്ടെ, ഏക സിവിൽ കോഡാവട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷങ്ങൾ വളരെ ശക്തമായി ഒരേ ചേരിയിലാണ് നിൽക്കുന്നത്. LDF ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് UDFും BJPയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.
മഴ മുന്നറിയിപ്പുണ്ടോ സംസ്ഥാനത്ത്? നാമന നേരത്തെ ചോദിച്ചിരുന്നു. അത്തരത്തിൽ മഴ മുന്നറിയിപ്പ് പ്രധാനപ്പെട്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഇടവിട്ടുള്ള മഴ ഈ കാലത്ത് ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. വേനൽക്കാല രോഗങ്ങൾക്കെതിരെയും ശ്രദ്ധ വേണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെതായി ഇപ്പോൾ ഒരു അറിയിപ്പ് വരുന്നത്. അതിലെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കേരളത്തിലെ BJP പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും. വൈകുന്നേരം 6 മണിക്ക് ഓഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. പ്രവർത്തകർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ ബൂത്ത് തലത്തിൽ കേന്ദ്രങ്ങൾ ഒരുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം നിർത്തിവെച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ഇനി നമ്മൾ പോകുന്ന മലപ്പുറത്തേക്കാണ്. അവിടെ നിന്നൊരു പെൻഷൻ തട്ടിപ്പ് വാർത്ത ഇന്ന് പുറത്തു വന്നു. മലപ്പുറം ആലങ്കോട് മരിച്ചയാളുടെ പേരിൽ 1 വർഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 2019 മരിച്ച ആലങ്കോട് സ്വദേശി അബ്ദുള്ളയുടെ പെൻഷനാണ് കുടുംബം അറിയാതെ കൈപ്പറ്റിയത്. കുടുംബം അധികൃതർക്ക് പരാതി നൽകി. തട്ടിപ്പ് തെളിയിക്കുന്ന രേഖ 24-ന് ലഭിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്ന പെരിഞ്ചേരിയിൽ അബ്ദുള്ള 2019 ഡിസംബർ 17-ന് മരിച്ചു. പിന്നീട് കുടുംബം പെൻഷൻ തുക കൈപ്പറ്റിയിട്ടില്ല. എന്നാൽ 2020 ഡിസംബർ വരെ പെൻഷൻ തുക കുടുംബത്തിന് ലഭിച്ചു എന്നാണ് വിവരാവകാശ രേഖ. മരണവിവരം കൃത്യമായി പഞ്ചായത്തിൽ അറിയിച്ചിരുന്നുവെന്നും 2019 ഒക്ടോബർ മുതൽ പെൻഷൻ തുക ലഭിച്ചില്ലെന്നും അബ്ദുള്ളയുടെ ഭാര്യ 24-നോട് പറഞ്ഞു. ആള് മരിക്കുന്നത് 2019 ഡിസംബർ 17-നാണ് മരിക്കുന്നത്. അതിൻ്റെ 2.5 മാസം മുന്നേ ആൾ ബോധം കെട്ട് കിടന്നതാണ്. അതിൻ്റെ മുന്നെയാണ് കിട്ടിയിട്ടുള്ളൂ. അതിന് ശേഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പെൻഷൻ ഈ ആൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇവിടെ വന്നിട്ട് മസ്റ്ററിങ് കഴിഞ്ഞ് പോയതുമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാനോ എൻ്റെ മക്കളോ ഒപ്പിട്ടിട്ട് ഈ പെൻഷൻ വാങ്ങിയിട്ടില്ല. പണം തട്ടിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലെന്നാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ വിശദീകരണം. സമീർ ബിൻ കരീം, 24, തിരൂർ. ആടുജീവിതം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വ്യാജൻ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്ന് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ 1-ലധികം തിയേറ്ററുകളിൽ നിന്ന് ചിത്രം പകർത്തി എന്നുള്ള സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംവിധായകൻ ബ്ലസി 24-നോട് പറഞ്ഞു. ഇന്നലെയാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ചു തുടങ്ങിയത്. സംവിധായകൻ ബ്ലെസ്സിയുടെ പരാതിയെ തുടർന്ന് സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ കാനഡയിൽ നിന്ന് ചിത്രം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തി. ഏത് തിയേറ്ററിൽ നിന്ന് പകർത്തി, കാനഡയിൽ നിന്ന് ആര് ഇന്റർനെറ്റിൽ പങ്കുവച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. സിനിമയുടെ യാതൊരു അസാധാരണ നിലവാരങ്ങൾക്കും ഇല്ല. ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇതിനെതിരെ ഒരു പ്രവണത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഉള്ളൊരു ക്രിമിനൽ മനസ്സുകളാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് തടയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ തിയേറ്ററിൽ തന്നെ അവരെ വിലക്കുവാനായിട്ടൊക്കെ സാധിക്കണം. കാനഡയിലുള്ള മലയാളികൾ നിയന്ത്രിക്കുന്ന വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ്. ശേഖരിക്കുന്ന വിവരങ്ങൾ ചെങ്ങന്നൂർ പോലീസിന് കൈമാറും. സീരിയൽ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രധാന അന്വേഷണം നടക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ചിത്രം നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു. 24, കൊച്ചി. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായ മുക്താർ അൻസാരിയുടെ മൃതദേഹം യുപിയിലെ ഗാസിപൂരിൽ സംസ്കരിച്ചു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗാസിപൂരിലും സമീപ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജയിലിൽ കഴിയുന്ന മുക്താർ അൻസാരിയുടെ മകൻ അബ്ബാസ് അൻസാരി സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അനുവാദം കിട്ടിയില്ല. ഖാസിപൂരിലെ മുഹമ്മദാബാദിൽ പോലീസ് ഒരുക്കിയ കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായ മുക്താർ അൻസാരിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. മകൻ ഉമർ അൻസാരിയും സഹോദരൻ അഫ്സൽ അൻസാറും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കലീബാഗ് ശ്മശാനത്തേക്ക് കൂട്ടമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലുമായി. കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത്. ജയിലിൽ കഴിയുന്ന അൻസാരിയുടെ മറ്റൊരു മകൻ അബ്ബാസ് അൻസാരി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട്
സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തീരുമാനമുണ്ടായില്ല. മൗവിൽ നിന്ന് 5 തവണ MLA ആയ മുക്താർ അൻസാരിക്കെതിരെ 60 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. മുക്താർ അൻസാരിയെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 2005 മുതൽ ജയിലിൽ കഴിയുന്ന അൻസാരി വ്യാഴാഴ്ചയാണ് ഉത്തർപ്രദേശ് ബന്ദയിലെ ജയിലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 24 ഡൽഹി. ഇന്നത്തെ നോമ്പുതുറ സമയത്തിലേക്ക് അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. പ്രശസ്ത തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അയനാവരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഡാനിയൽ ബാലാജി. പ്രൊഡക്ഷൻ മാനേജറായി സിനിമാ ജീവിതം ആരംഭിച്ച ബാലാജി ആദ്യമായി വേഷമിട്ടത് 2000-ൽ ചിട്ടി എന്ന സീരിയലിൽ. 2004-ൽ മമ്മൂട്ടിക്കൊപ്പം ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം. ഭഗവാൻ, ഡാഡി കൂൾ തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയ വില്ലൻ വേഷങ്ങൾ. വിജയ്ക്കൊപ്പം അഭിനയിച്ച ബിഗിൽ, ഭൈരവ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കൊട്ടിവാക്കത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 10:30 മരണം സ്ഥിരീകരിച്ചു. ഇന്ന് പുലർച്ചെ അയനാവരത്തെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംവിധായകൻ ഗൗതം മേനോൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്നലെ ആശുപത്രിയിലെത്തിയിരുന്നു. 24 ചെന്നൈ. ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം പഞ്ചായത്തിൽ വേടരപ്ലാവ് മുതൽ ചാവടി കാഞ്ഞിരവള്ളിയിൽ വരെയുള്ള റോഡ് PMG റോഡിൽ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ച് 1 വർഷത്തിന് മുകളിലായി. ഇപ്പോഴും ആ റോഡ് അങ്ങനെ കിടക്കുന്നു. ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അഭി എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടി. 1000-കണക്കിന് ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. 1820 മീറ്റർ സേഫ്റ്റി ഫ്യൂസ്, 1125 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 3340 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, 4000 ഓർഡിനറി ഡിറ്റനേറ്റർ എന്നിവ പോലീസ് കണ്ടെടുത്തു. പാലക്കാട് നടുവട്ടം സ്വദേശി സ്വാമിദാസൻ, ഷാഫി, ഉണ്ണി, കൃഷ്ണൻ, രവി എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രദേശത്തെ അനധികൃത ക്വാറിയിൽ നിന്ന് കുറഞ്ഞ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. 3 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നുവെന്ന് സൂചന ലഭിച്ചത്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി. 24 മലപ്പുറം. തൃശൂർ സഹൃദയ വേദിയുടെ മേനാച്ചേരി എരിഞ്ഞേരി തോമ മാധ്യമ പുരസ്കാരം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് 11,111 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത മാസം 6-ന് തൃശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.